ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വെണ്ണപ്പഴം അല്ലെങ്കിൽ ബട്ടർ ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന അവക്കാഡോയെക്കുറിച്ചാണ്. അവക്കാഡോ ധാരാളമായി കേരളത്തിൽ വളർത്തി കായ്ഫലം ഉൽപ്പാദിപ്പിക്കുന്നത് വയനാട്, ഇടുക്കി പോലുള്ള സബ് ട്രോപ്പിക്കൽ അല്ലെങ്കിൽ തണുപ്പുള്ള പ്രദേശങ്ങളിലാണ്. ലോകമെമ്പാടും ഒരേപോലെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഹാസ് അവക്കാഡോ ഇത്തരത്തിൽ നല്ല വില കിട്ടുന്ന ഒരു അവക്കാഡോ ഇനമാണ്. മെക്സിക്കോയാണ് അവക്കാഡോ നന്നായി കൃഷി ചെയ്യുന്ന ഒരു പ്രദേശം. എങ്കിലും ഗാട്ടിമാലയൻ, വെസ്റ്റ് ഇൻഡീസ് ഇനങ്ങളും നന്നായി വളരുന്നു. ഹാസിൻ്റെ ടെക്സ്ചർ, ഷേപ്പ്, ടേസ്റ്റ് പോലെ തന്നെ കാണപ്പെടുന്ന ചില വെറൈറ്റീസ് കൂടി ധാരാളമായി കൃഷി ചെയ്യുന്നു. കാരമൻ ഹാസ്, ജം ഹാസ്, റീഡ്, ഗ്വന്ന്, പിങ്കേട്ടൻ, ഫ്രൂട്ടേ എന്നിവ ഉദാഹരണമാണ്. പക്ഷേ ലോ റേഞ്ചിൽ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ നന്നായി കായ്ക്കുന്ന ചില ഇനങ്ങൾ അടുത്തിടെയായി പ്രചാരത്തിൽ വരുന്നുണ്ട്. റസല്, പുള്ളോക്ക് പോലുള്ളവയും സിമിലർ ആയിട്ടുള്ള സെലക്ഷനുകളാണ് അവയിൽ പ്രധാനം. ഈ കാണുന്നത് റസൽ ഇനത്തിൽപ്പെട്ട 2 വർഷം പ്രായമായ ഒരു അവക്കാഡോ സീഡ്ലിംഗ് ആണ്. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് റസൽ ഇനത്തിൽപ്പെട്ട എയർ ലെയർ ചെയ്ത ഒരു പ്ലാന്റ് ആണ്. ഇവ ചൂട് കാലാവസ്ഥയിൽ നന്നായി കായ്ഫലം തരുന്ന ഒരു നല്ല വെറൈറ്റിയാണ്. ഇത്തരത്തിലുള്ള ട്രോപ്പിക്കൽ അവക്കാഡോസ് കൂടുതലും ബെൽ ഷേപ്പിലുള്ളവയായിരിക്കും. പുറമേ നല്ല ഫിനിഷോട് കൂടിയാണ് അതിൽ കൂടുതലും കാണാറ്. കഴുത്ത് നീണ്ടും ചില സെലക്ഷൻസ് കാണാറുണ്ട്. അവക്കാഡോയിൽ ഹൈബ്രിഡ് വെറൈറ്റീസ് സാധാരണയായി കാണാറില്ല, സെലക്ഷൻസ് ആയിട്ടാണ് കാണപ്പെടുക. നമ്മുടെ മാവുകളോട് ഈ സ്വഭാവത്തിൽ വളരെ സാമ്യമുണ്ട്. മോണോ എംബ്രിയോണിക് ആയിട്ടുള്ള നാടൻ മാവുകൾ വിത്തിട്ട് കിളുത്താൻ മാതൃസ്വഭാവം കാണിക്കണമെന്ന് നിർബന്ധമില്ല. ഇതേപോലെ തന്നെ വിത്തിൽ നിന്നും മുളച്ചു വരുന്ന അവക്കാഡോ മാതൃവൃക്ഷത്തിൻ്റെ സ്വഭാവം കാണിക്കണമെന്നില്ല. 2 ഇനത്തിൽപ്പെട്ട അവക്കാഡോസ് ഉണ്ട്, ടൈപ്പ് എ, ടൈപ്പ് ബി. ടൈപ്പ് എയിലുള്ള പൂക്കൾ രാവിലെ ഫീമെയിൽ ഫ്ലവേഴ്സ് ആയിട്ടും പിറ്റേന്ന് മെയിൽ ഫ്ലവറായും കാണപ്പെടുന്നു. ടൈപ്പ് ബിയിൽ തിരിച്ചും. അതുകൊണ്ട് തന്നെ നല്ല കായ്ഫലം കിട്ടാൻ ഒന്നിലധികം ഇവയിലുള്ള ഇനങ്ങൾ മിക്സ് ചെയ്ത് വയ്ക്കുന്നതാവും വലിയ തോതിൽ കൃഷി ചെയ്യുമ്പോൾ അഭികാമ്യം. ഇതിൽ സീഡ്ലിംഗ് ആയി നട്ടു വളർത്തിയ അവക്കാഡോ കായ്ക്കാതെ 4 വർഷം കഴിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോതിരവളയം ഇട്ട് നോക്കാം. ചുവട്ടിൽ നിന്നും 3 അടിക്ക് മുകളിൽ പുറന്തൊലി 1/2 ഇഞ്ച് മുതൽ 1 ഇഞ്ച് വരെ വീതിയിൽ വട്ടത്തിൽ ചെത്തിക്കളഞ്ഞാണ് മോതിരവളയം ഇടുക. നമ്മൾ ഈ കാണുന്നത് മൈലാപ്പൂ ഇനത്തിൽപ്പെട്ട ഒരു നാടൻ മാവാണ്. 3 വർഷം മുമ്പ് മോതിരവളയം ഇട്ടതാണ്. ആ വർഷം മാവ് നന്നായി കായ്ക്കുകയുണ്ടായി. അതിന് തൊട്ട് മുകളിൽ ഞാൻ പിറ്റേ വർഷം 2 വർഷം മുമ്പിട്ട മോതിരവളയനാണ്. ആ വർഷവും നന്നായി ഈ മാവ് കായ്ച്ചു. പക്ഷെ കഴിഞ്ഞ വർഷം ഞാൻ മോതിരവളയം ഇട്ടിരുന്നില്ല, അതുകൊണ്ട് കഴിഞ്ഞ വർഷം അത് കായ്ച്ചിരുന്നില്ല. പല നാടൻ മാവുകൾ കാണുന്നത് പോലെ ഒന്നിരാടൻ സ്വഭാവം ഉള്ളത് കൊണ്ടായിരിക്കാം. എന്തായാലും ഈ വർഷം ഞാൻ മോതിരവളയം ഇട്ടിട്ടുണ്ട്. അതാണ് നേരെ താഴെ കാണുന്നത്. അപ്പം വളരെ ചെറിയ തോതിൽ മാത്രം തൊലി ചെത്തിയെടുക്കുകയാണ് മോതിരവളയം ചെയ്യേണ്ടത്. ഇനി നമുക്കിതിൻ്റെ ശാസ്ത്രീയ വശം പരിശോധിക്കാം. ഫോട്ടോസിന്തസിസ് എന്ന രാസപ്രക്രിയയിലൂടെയാണ് ചെടികൾ പ്രധാനമായും സ്വന്തം ആവശ്യത്തിന് ഭക്ഷണം നിർമ്മിക്കുന്നത്. ഇലകളിലുള്ള ഹരിതകം, വെള്ളം, സൂര്യപ്രകാശം എന്നിവയാണ് ഫോട്ടോസിന്തസിസ് നടക്കാൻ ആവശ്യമായ പ്രധാന ഘടകങ്ങൾ. ഇങ്ങനെ തയ്യാറാക്കപ്പെടുന്ന ഭക്ഷണം പഞ്ചസാര രൂപത്തിൽ ചെടിയുടെ ജീവനുള്ള വേര് ഉൾപ്പെടെയുള്ള എല്ലാ ഭാഗത്തും എത്തും. ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ദ്രവരൂപത്തിലുള്ള ഭക്ഷണം മരത്തിൻ്റെ പുറംതൊലിക്ക് തൊട്ടടുത്തുള്ള ഫ്ലോയം ഭാഗത്തുള്ള കോശങ്ങൾ, കുടലുകൾ എന്നിവ വഴിയാണ് മറ്റു ഭാഗങ്ങളിലേക്ക് എത്തുന്നത്. മോതിരവളയം ഇടുമ്പോൾ ഭക്ഷണം വേരുകളിലെത്താതെ മറുഭാഗത്തിന് മുകളിലുള്ള ശാഖകളിലെത്തുന്നു. അതായത് മോതിരവളയത്തിന് മുമ്പുള്ള ഭാഗത്ത് കൂടുതൽ പോഷകാംശങ്ങൾ എത്തുന്നു. ഇതാണ് മരം പൂക്കാൻ കാരണമാകുന്നത്. പാലായ്ക്കടുത്ത് എടമറ്റം പള്ളിയിൽ 60 വർഷം പ്രായമായ പൊള്ളോക്കിനെത്തിപ്പെട്ട ഒരു അവക്കാഡോ വർഷങ്ങളായി കായ്ച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്ന് സയോണെടുത്ത് ഇടുക്കിയിലെ ഉപ്പമാക്കൽ നഴ്സറി ഗ്രാഫ്റ്റ് ചെയ്ത ഒരു തൈയാണ് ഈ കാണുന്നത്. ഇതേപോലെ പിറവത്തിനടുത്ത് സിനോജ്, സിജോ ഈ 2 പേരുടെയും പക്കലുള്ള കാഴ്ച നല്ല സെലക്ഷനിൽപ്പെട്ട അവക്കാഡോ ജേക്കബ് ഓർച്ചാഡ്സ്, പ്രിൻസിയേഡൻ എന്നിവയുടെ നേതൃത്വത്തിൽ ജയോത്രി എന്ന പേരിൽ നൽകുന്നുണ്ട്. അതേപോലെ ഹോം ഗ്രൗണ്ടിൽ ട്രോപ്പിക്കൽ വെറൈറ്റി എന്ന ടാഗോടെ റസൽ ഇനത്തിൽപ്പെട്ട അവക്കാഡോസും ലഭ്യമാണ്. കാഞ്ഞിരപ്പള്ളിക്കടുത്ത് ഡോക്ടർ ഈപ്പൻ പോലുള്ള കൃഷിക്കാർ തോട്ടമായി ഈ ഇനം കൃഷി ചെയ്യുന്നുണ്ട്. മല്ലു ഫാർമർ എന്ന പേരിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ചാനൽ നടത്തുന്ന വ്യക്തി, അദ്ദേഹം എൻ്റെ സുഹൃത്തു കൂടിയാണ്. അദ്ദേഹവും പല സെലക്ഷനിൽപ്പെട്ട അവക്കാഡോ പരീക്ഷണാർത്ഥം കൃഷി ചെയ്യുന്നുണ്ട്.
അതേപോലെ വയനാട്ടിലെ സംപ്രീത് എന്ന വ്യക്തി 80ഓളം ഇനങ്ങൾ കണ്ടെത്തി തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അവക്കാഡോയ്ക്കായിട്ട് തന്നെ അദ്ദേഹത്തിന് ഒരു റിസർച്ച് സ്റ്റേഷൻ സംവിധാനമുണ്ട്. ശ്രീ 1 മുതൽ 74 വരെ പല ഇനങ്ങൾ അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ശ്രീ 71 എന്ന ഇനം അത്തരത്തിൽ ലോ റേഞ്ചിൽ കായ്ക്കുകയും വേനൽക്കാലത്ത് തന്നെ പഴങ്ങൾ നൽകുകയും ചെയ്യുന്നവയാണ്. ഡിസംബർ അല്ലെങ്കിൽ ജനുവരിക്ക് മുമ്പ് പൂക്കുന്നതാണ് അവക്കാഡോയിൽ നിന്ന് നല്ല ക്വാളിറ്റിയുള്ള പഴങ്ങൾ കിട്ടാൻ ഏറ്റവും നല്ലത്. 4 മാസത്തോളം മൂപ്പ് ഈ പഴങ്ങൾക്ക് ആവശ്യമുള്ളതുകൊണ്ട് മഴക്കാലത്തിന് മുമ്പ് പഴങ്ങൾ പറിക്കാൻ സാധിച്ചാൽ ഫംഗസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നല്ല ഫിനിഷിങ്ങോട് കൂടി വിൽക്കാം. ഓഫ് സീസണിൽ പഴങ്ങൾ കിട്ടിയാൽ നല്ല വിലയിൽ ഉറപ്പാക്കാം. ഇനങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഏത് സമയത്താണത് പൂക്കുന്നത് എന്ന് ചോദിച്ചു വാങ്ങുക. ഫംഗസ്, വെള്ളം പോലുള്ളവ ഈ കൃഷിക്ക് പലപ്പോഴും ഒരു പ്രശ്നമാകാറുണ്ട്. കാസർഗോഡ് അടുത്ത് ഒരു ഡോക്ടറുടെ തോട്ടത്തിലെ ചോട്ടാവൺ എന്ന ഇനം കണ്ണൂർ അനന്തക്കാട് നഴ്സറി വഴി വിൽക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതേപോലെ തന്നെ പാലക്കാട് മണ്ണാർക്കാട് ചീരക്കുഴി നഴ്സറിയിലെ ട്രോപ്പിക്ക എന്ന പേരിട്ടിരിക്കുന്ന ഒരു അവക്കാഡോ ഇനത്തിൻ്റെ തൈ ലഭ്യമാണ്. കായ്ച്ച മദർ പ്ലാന്റ്സ് നിങ്ങൾക്ക് അവിടെ ചെന്നാൽ കാണാൻ സാധിക്കും. ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് അവക്കാഡോയുടെ ഗുണങ്ങൾ കാണാൻ കഴിയും. നമുക്കതിനെപ്പറ്റി വേറൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം.